ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്താണ്, നിങ്ങളുമായി ഒരു കോണ്ടാക്റ്റിന് വരുമോ, ഉടനെ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ നിങ്ങൾ തമ്മിൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ റീഡിംഗ് ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്താണ് അവരുടെ ഇപ്പോഴത്തെ ചിന്തകൾ? Change. Possibilities. Laziness. Past lives. Bottom of the deck വന്നിരിക്കുന്ന ട്രാവലിംഗ് ആണ്. നിങ്ങളുമായിട്ട് ട്രാവലിങ്ങിന് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ട്രാവലിംഗ്, ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണവർ. നിങ്ങളും അതുപോലെ താല്പര്യപ്പെടുന്നു എന്നുള്ളത് അവർക്കറിയാം. അതാണ് പ്രകാരം ഇവിടെ വന്നിരിക്കുന്നത്. Three of Wands, Queen of Wands, Seven of Swords, Four of Cups, Ten of Cups, Page of Pentacles, Page of Cups, King of Cups ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ ചിന്തിച്ചിരിക്കുകയാണ്. നിങ്ങൾ വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രതീക്ഷിച്ചിരിക്കുന്ന മെച്യൂർഡായ ഒരു പ്രണയം, അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം തീർച്ചയായിട്ടും നിങ്ങളെ വിട്ടുകളയാൻ അവർ തയ്യാറല്ല. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തേക്ക് മാത്രമല്ല, നിങ്ങളുമായിട്ട് എന്നും ലൈഫ് ലോങ് ഒരു പ്രണയബന്ധം നിലനിർത്തണം എന്ന് തന്നെയാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. വളരെ നിറഞ്ഞ സ്നേഹമാണ്. നിങ്ങൾ തമ്മിൽ നല്ല സോൾമേറ്റ് കണക്ഷനുള്ള ലവേഴ്സ് ആവാം, അല്ലെങ്കിൽ കപ്പിൾസ് ആവാം. ഏതൊരു തരത്തിലുള്ള ആൾക്കാരും ആണെങ്കിലും നിങ്ങൾക്ക് മാച്ചാവുന്ന രീതിയിൽ എടുക്കണം റീഡിങ്. അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ലേസിനെസ്, പാസ്റ്റ് ലൈഫ്സ് ഒക്കെ കാണുന്നുണ്ട്. കാരണം ഇവിടെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ട്രാവലിങ്, കണ്ടീഷനിങ് കണ്ടില്ലേ. അവരിപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് നിങ്ങളെ കാണാതെ. നിങ്ങളുമായിട്ട് ഒന്ന് ചേരാൻ പറ്റാത്ത വിധത്തിൽ അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് ഇപ്പോൾ ഒന്ന് ചേരാൻ കഴിയുന്നില്ല അവർക്ക്. കാരണം അവരെങ്ങോ ബന്ധനത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അവരുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് എന്താണ്, മറ്റുള്ളവർ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് പോലെയുള്ള ഒരു ബന്ധനത്തിലാണ്. മറ്റുള്ളവർ അവരെ ബന്ധനത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്കിപ്പോൾ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ അവർ രക്ഷപ്പെട്ട് മുന്നോട്ട് വരാതിരിക്കില്ല. കണ്ടില്ലേ, ഫ്രണ്ട്ലിനെസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളോട് ചേരാതെ അവരുടെ ജീവിതം കംപ്ലീറ്റ് ആവുന്നില്ല. ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയില്ല. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും. പക്ഷേ തൽക്കാലത്തെ അവരുടെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കിപ്പോൾ നിങ്ങളിൽ നിന്നും ഒന്ന് അകന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു.
നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ട അവസ്ഥ വന്നത് അവരുടെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദ നിമിത്തമാണെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ട്രാവലിംഗ് കണ്ടില്ലേ, നിങ്ങൾ ഒത്തൊരുമിച്ച് ഒരുപാട് യാത്രകൾ നടത്തണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കും അതിഷ്ടമാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർക്കറിയാം നിങ്ങൾ തമ്മിൽ നേരത്തെ തന്നെ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ വന്നിട്ട് യാത്രകൾ നടത്തണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കണ്ടില്ലേ, ഇവിടെ ചേഞ്ച് വന്നിരിക്കുന്നു, സപ്രഷൻ. പക്ഷേ അവരിപ്പോഴും ഇവിടെ എന്താണ്, സപ്രഷനിലാണ്. മനസ്സിലായി? അവർ ബോധപൂർവം വരുത്തി വെച്ച ഒരു വിനയല്ല, പക്ഷേ വല്ലാത്തൊരു സാഹചര്യത്തിൽ അവർ അകപ്പെട്ടു പോയി എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുമായി നല്ല സ്നേഹബന്ധത്തിലായിരുന്നു, പക്ഷേ അതിനിടയിലാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം അവർക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. മനസ്സിലായി? അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളിൽ ചില ഫ്രണ്ട്ഷിപ്പ് ചേർന്നിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങളിലേക്ക് അവർ നീങ്ങിപ്പോയിരിക്കുന്നു, അങ്ങനെ മാറിപ്പോയിരിക്കുന്നു. അവിടെയാണ് അവർക്ക് തെറ്റ് പറ്റിയതെന്ന് അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ? അപ്പോൾ അവർക്ക് പിന്നീട് എന്താണ്, അവരുടെ പാസ്റ്റ് ലൈഫ്സിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്, പോയ കാര്യങ്ങളിലേക്ക്. അപ്പോൾ പോയ കാലങ്ങളിലെ സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മുൻകാലങ്ങളിൽ നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ വളരെയധികം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ചില നിമിഷങ്ങളെ, ചില മുഹൂർത്തങ്ങളെ ഒക്കെ അവരിവിടെ ആലോചിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അവർ അതിനെ തന്നെ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുന്നു, അല്ലെങ്കിൽ അതിനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു സന്തോഷത്തിൽ കഴിയാൻ വേണ്ടി അവരിവിടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ അതിൽ നിന്നും നല്ല ഒരു ചേഞ്ച് വരുത്തണം, അതിനായിട്ടുള്ള പോസിബിലിറ്റീസ് അവർ നോക്കുന്നുണ്ട്. എന്താണ്, ഒരു ചേഞ്ച് വരുത്തി നിങ്ങളിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയും എന്തൊക്കെയാണ് സാധ്യതകൾ എന്ന് അവരിവിടെ ആരായുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി, ഇനി നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരണം, അല്ലാതെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ചില ആൾക്കാർ ഇവിടെ പഴയ കാര്യങ്ങളിൽ തന്നെ കുടുങ്ങിയിരിക്കുന്ന, സവനസോട് വന്നിരിക്കുന്ന അവരൊക്കെ എന്തൊക്കെയോ അവർ ചില കള്ളത്തരങ്ങളിൽ അല്ലെങ്കിൽ ചില കള്ളം പറഞ്ഞിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്, ചില ആൾക്കാരുടെ എനർജി. മനസ്സിലായി? എല്ലാവരുടെയും കാര്യമല്ല, ചില ആൾക്കാർ ഇവിടെ നിങ്ങളോട് ഒത്തുചേർന്ന് വളരെയധികം സന്തോഷത്തിലേക്ക് പോകാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ചില എനർജീസ് ഇവിടെ വന്നിരിക്കുന്നത് എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ കാര്യസാധ്യത്തിന് വേണ്ടി മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് നിങ്ങളിൽ നിന്നും അകലാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു മാറി അവരിവിടെ കുറച്ച് സന്തോഷം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഇനി നിങ്ങളുടെ വ്യക്തി ഇവിടെ കുറച്ച് പേർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേജ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നുപോയ ഈ വ്യക്തിക്ക്, ചില വ്യക്തികൾക്ക്, ചില ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ചിലർക്ക് പാസ്റ്റ് ലൈഫ്സിൽ കുടുങ്ങിക്കിടക്കാൻ തന്നെയാണ് ആഗ്രഹവും. മനസ്സിലായോ? അങ്ങനെ പാസ്റ്റ് ലൈഫ്സിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർ ചില സപ്രഷനിലാണെന്ന് കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ബന്ധനത്തിലകപ്പെട്ട് അവിടെ തന്നെ കഴിയുന്നു എന്നും കാണുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ കുറച്ച് പേർക്ക് തിരിച്ചു വരണമെന്ന് നല്ല ആഗ്രഹം കാണുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു റീഡിങ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഓഫ് കപ്സ് ചില വ്യക്തികളുടെ എനർജിയാണ്. നിങ്ങളിൽ നിന്നും അകന്ന് മാറിയതിന് ശേഷം അവർ നല്ലതുപോലെ വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കണ്ടില്ല? അവർ വീണ്ടും ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം ചേർന്ന് വളരെ നല്ല ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. നിങ്ങളോടൊരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയും അവർക്ക് നിങ്ങളെ വിട്ടു പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ പേജ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് കപ്സ്, നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. ഇതൊരു സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ അത് പ്രകടിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒന്ന് തുറന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലേക്ക് അവരിവിടെ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനിയെങ്കിലും അത് തുറന്ന് പറയണം. ഇനിയെങ്കിലും കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിച്ച് തീർക്കണം. എന്ത് പ്രശ്നമാണ് ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര നാളും അകന്ന് മാറിയത്, അതിനുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുമായിട്ട് വിശദമായിട്ട് സംസാരിക്കണം എന്നവരിവിടെ തീരുമാനിക്കുന്നുണ്ട്. അവരതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ മാത്രം നോക്കി നിൽക്കുന്ന എനർജി ഇവിടെ ഉണ്ട്.
പല കാര്യങ്ങളുമുണ്ട് അവർക്ക്, പക്ഷെ അതിനെല്ലാം മാറ്റി വെച്ചിട്ട് ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി മാത്രം ഇവിടെ നോക്കി നിൽക്കുന്നു 3 ഓഫ് വാണ്ട്സ്. കണ്ടില്ലേ, ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി സോഴ്സ് വന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ആ ഒരേ ഒരു ഫോക്കസ് എന്താണ്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്ന എനർജി ഉണ്ട്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്യൂൻ ഓഫ് വാണ്ട്സ് കണ്ടില്ലേ, നിങ്ങളിവിടെ സമൂഹത്തിലൊരു ക്യൂനായിട്ട് വാഴുന്നു എന്നുള്ള ബോധം അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ അടുക്കലേക്ക് വരാതിരിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നിങ്ങൾ ആരാണെന്നുള്ള ഒരു ചിന്ത അവരെ എപ്പോഴും ഇങ്ങനെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ എനർജി ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, നിങ്ങളെ പറ്റിയുള്ള ഒരു വിവരണം. അപ്പോൾ ഇവിടെ നിന്നും തീർച്ചയായിട്ടും ഇനി നിങ്ങളിലേക്ക് വന്നാൽ മാത്രമേ, നിങ്ങളുള്ളപ്പോൾ മാത്രമായിരുന്നു അവർക്കൊരു ഐശ്വര്യം വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഇനി നിങ്ങളിലേക്ക് തന്നെ ഉള്ള ദൃഷ്ടിയാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇവിടെ പോസിബിലിറ്റീസ് ആരായുകയാണ്. കുറച്ചൊക്കെ ഉപേക്ഷ വിചാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ, പെട്ടെന്ന് തന്നെ വരാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ചൊക്കെ മടി വിചാരിച്ചിരുന്നത് കാരണമാണ് ഇത്രയധികം ലേറ്റായി പോയത്. തിരികെ വരാൻ ഇത്രയധികം ലേറ്റായി പോയത് സ്വന്തം കാര്യത്തിലുള്ള ആ ഒരു വിചാരക്കുറവ് മാത്രമായിരുന്നു, ഒരു അലസത കൊണ്ട് മാത്രമായിരുന്നു എന്നുള്ളതാണ്. നാളേക്ക് നീട്ടിവെച്ചു പല കാര്യങ്ങളും. അതുകൊണ്ടാണ് ഇത്രയധികം താമസിച്ചു പോയത് നിങ്ങളിലേക്ക് എത്തപ്പെടാൻ വേണ്ടി. പക്ഷേ ഇനി ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം വരണം, എല്ലാ കാര്യങ്ങൾക്കും ഒരു പുതിയ തുടക്കം കൊണ്ടുവരണം. അങ്ങനെ നിങ്ങളുമായിട്ട് നല്ലൊരു ലൈഫിലേക്ക് പോകണം. 10 ഓഫ് കപ്സ് കണ്ടില്ലേ, സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം മുന്നോട്ട് പോകണം എന്ന് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് അവർ. ഇവിടെ പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ എന്താണ് സ്നേഹത്തിൻ്റെ ആ പ്രകടനം ഇവിടെ കൂടുതലായിട്ട് കൊണ്ടുവരണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫൈറ്റിംഗ് കണ്ടോ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തോട് കണ്ടില്ലേ, ഇവിടെ ഫൈറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് വരണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരിവിടെ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ അവർ മുന്നോട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും തീരുമാനമെടുത്തിരിക്കുന്നു. മൊമെൻ്റ് ടു മൊമെൻ്റ് ഓരോ നിമിഷവും നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകളിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർ എന്തിനു വേണ്ടിയെങ്കിലും പോസിബിലിറ്റീസ് ആരായുന്നു, ചേഞ്ചിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ടില്ലേ, അപ്പോൾ പല തരത്തിലുള്ള സാഹചര്യങ്ങളാണ് അവരെ പിന്നോട്ടേക്ക് വലിച്ചിരുന്നത് ഇത്ര നാൾ. പക്ഷേ ഇനി അവർ മുന്നോട്ടേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ബ്രേക്ക് ത്രൂ കണ്ടില്ലേ, ബ്രേക്ക് ത്രൂ. തീർച്ചയായിട്ടും അവരിവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ മറികടന്ന് വരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫൈറ്റിംഗ് ആണ്, ഇവിടെ ബ്രേക്ക് ത്രൂ ആണ്. തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വരാതിരിക്കില്ല. ഓരോ നിമിഷവും അവരിവിടെ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു, നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. നിങ്ങളും ഒത്തൊരുമിച്ച് ഒരു നല്ല യാത്രയ്ക്ക് പോകണം എന്നാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ഇവിടെ മുൻപേ തന്നെ ഇത് പറഞ്ഞിരുന്നതാണ് ഫ്രണ്ട്ലിനെസ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് പോകണം, പഴയതിനേക്കാളും സന്തോഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകണമെന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.